തീർച്ചപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ നിങ്ങളോട് ചോദിക്ക്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾ ചോദിക്കാൻ പറ്റുമോ? സ്വയം ചോദിക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന്, ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. 20 വയസ്സുണ്ടാവും, 30 വയസ്സുണ്ടാവും, 50 ഉണ്ടാവും, 60 ഉണ്ടാവും, 70 ഉണ്ടാവും. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കോ, നിങ്ങളുടെ ഇത്രയും കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കോ. എല്ലാരും ഒന്ന് കണ്ണടച്ചിക്കോ, കുറച്ചേരൊന്ന് കണ്ണടച്ചേ. കണ്ണടക്കാത്തവർക്ക് ഞാൻ പൊക്കുണ്ടോ? കണ്ണടക്കണം, ഇവിടുത്തെ എനിക്ക് എല്ലാവരും കാണാൻ പറ്റും. എല്ലാരും കണ്ണടച്ച്. ഇനി നിങ്ങൾ എത്ര വയസ്സാണോ അത്രയും കാലത്തേക്ക് നിങ്ങളൊന്ന് നിങ്ങളുടെ ഓർമ്മ വെച്ച നാളിലേക്കൊന്ന് തിരിഞ്ഞു പോയി. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു, നിങ്ങൾ സ്കൂൾ പഠനം തുടരുന്നു. ചിലർക്ക് പഠനം നമ്മുടെ നാട്ടിലൊക്കെ ഗർഭിണികൾക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് എത്രത്തോളം പരിഗണനയാണ് ലഭിക്കുന്നത്, എത്രത്തോളം സ്നേഹമാണ് ലഭിക്കുന്നത്. അവരുടെ 1ാമത്തെ മാസം മുതൽ തന്നെ, അല്ലെങ്കിൽ ഏത് സമയത്താണോ അവർ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്, ആ നിമിഷം മുതൽ സ്വന്തം വീട്ടുകാരാവട്ടെ, അയൽവാസികളാവട്ടെ, കുടുംബക്കാരാവട്ടെ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുത്ത്, അവർക്ക് അപ്പങ്ങൾ ചുട്ടുകൊടുത്ത്, അവരെ പണിയെടുക്കാൻ സമ്മതിക്കാതെ ഒറ്റയെടുപ്പിച്ചില്ലേ, അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നത്. എന്നാൽ പലസ്തീനിലും ഇതുപോലെ ഗർഭിണിയായ സ്ത്രീകളുണ്ട്. അവർക്ക് പട്ടിണി കിടക്കുകയാണ്.